ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കട്ടപ്പനയിലെ ജോയിച്ചാൻ, തോമസ് ചെറിയാൻ എന്ന് വിളിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി ഇനി സ്വർഗത്തിലാണ്. പദയാത്രയിൽ നാം എന്നും കണ്ടിട്ടുള്ള ഒരു മുഖം നിത്യതയിലേക്ക് തമ്പുരാൻ അദ്ദേഹത്തെ വിളിച്ചു ചേർത്തു. ആ നല്ല ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. തിരുവല്ല അധിപതരാസനത്തിലെ ചക്കുവള്ളം ഇടവകയിൽ നിന്നുള്ള മകനാണ്. 80 വയസ്സുണ്ടായിരുന്നു. ഇപ്പോഴ് എല്ലാ പദയാത്രയിലും വൈദികരോടും സന്യസ്തരോടും പിതാക്കന്മാരോടും ചേർന്ന് വലിയൊരു വിശ്വാസ സാക്ഷ്യമാണ് അദ്ദേഹം സഭയ്ക്കും പൊതുസമൂഹത്തിനും നൽകിയിട്ടുള്ളത്. കത്തോലിക്ക ബാവ തിരുമനസ്സിൽ നിന്ന് അതിൻ്റെ അഭിനന്ദനങ്ങളൊക്കെ അദ്ദേഹം ഔദ്യോഗികമായി നേടിയിട്ടുമുണ്ട്. ഔദ്യോഗിക പദയാത്ര മുണ്ടൻമലയിൽ നിന്ന് ജൂലൈ 10 ആരംഭിക്കും. പക്ഷേ ജോയിച്ചാൻ്റെ പദയാത്ര 1-ാം തീയതി തന്നെ ആരംഭിക്കും. കട്ടപ്പനയിൽ നിന്ന് നടന്ന് അദ്ദേഹം 10-ാം തീയതി മുണ്ടൻമലയിലെത്തും. പ്രധാന പദയാത്രയോട് ചേർന്ന് ഖബറിങ്കൽ എത്തുന്നത് വരെ ആ പാദങ്ങൾക്ക് ക്ഷീണമില്ല, ആ മനസ്സിന് തളർച്ചയില്ല. കൂടെയുള്ളവരോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് സ്തുതികൾ പാടിക്കൊണ്ട് അദ്ദേഹം വലിയൊരാവേശമായി സഭയുടെ ഒരു ഉത്സാഹ പുത്രനായി വിശ്വാസ സാക്ഷിയായി ഇക്കാലമത്രയും ജീവിച്ചു. അടുത്ത തലമുറയ്ക്ക് വലിയൊരു വെളിച്ചമാണ് ഈ നല്ല പിതാവ് നൽകിയത്. യുവജനങ്ങൾക്കും വൈദികർക്കും സന്യസ്തർക്കും എല്ലാവർക്കും ഇത് വലിയൊരു മാതൃകയാണ്. പ്രായമല്ല വിഷയം, വിശ്വാസവും മനസ്സും ഉണ്ടെങ്കിൽ കാലുകൾക്ക് ചിറകുകൾ വളരും. ആരോഗ്യം അല്ല പ്രശ്നം, അത് മനസ്സിൻ്റെ ഒരു ശക്തിയാണ്, സഭയോടുള്ള സ്നേഹമാണ്, ഖബറിനോടുള്ള പ്രണയമാണ്. ഖബറിങ്കൽ ചെല്ലാതെ അദ്ദേഹത്തിൻ്റെ പാദം വിശ്രമിച്ചിരുന്നില്ല. ഈ നല്ല പിതാവിനെ ഓർത്തെടുക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ധന്യന്മാർ യുവാനിസ് പിതാവിനോടൊപ്പം സ്വർഗത്തിലിരുന്ന് ഇനിയും വരുന്ന എല്ലാ പദയാത്രികൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുമെന്നതിന് എനിക്ക് സംശയമില്ല. ഈ നല്ല പദയാത്രികന് ആദരാജ്ഞലികൾ അർപ്പിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യൂഹാനാൻ മാർ തെയോഡോഷ്യസ്, മൂവാറ്റുപുഴ മെത്രാപ്പൊലീത്ത.